ഹലോ, ഇന്നലെ ഞാൻ കോട്ടൺ ഫാബ് എക്സിബിഷന് പോയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടൺ ഫാബിൽ പോയപ്പോൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റേറ്റൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾക്കും ഐറ്റംസൊക്കെ മേടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്നൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കുറച്ച് കൗണ്ടേഴ്സിൽ കുറച്ച് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങനെ ഞങ്ങൾ വാങ്ങിയ ഒരു ഐറ്റമാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി കീ ഹോൾഡറാണ്. നമുക്കിതിനകത്ത് ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് കീ ഒക്കെ ഇടാൻ പറ്റും. അപ്പം ഈ പ്രിൻ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിത് മേടിച്ചത്. അങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് പെർ പീസിന് 250 ആണ്. ഞങ്ങൾ 200 എന്തോ പറഞ്ഞാണ് മേടിച്ചതെന്ന് തോന്നുന്നു. 200 or 180 സംതിങ് ആണ് മേടിച്ചത്. അപ്പം ആക്ച്വലി ഇത് ഞങ്ങൾക്ക് വർത്തായിട്ട് തോന്നി. മെറ്റീരിയൽ പെയിൻറ്റിങ് ഒക്കെ അവർ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കുറേ നേരത്തെ എഫേർട്ടൊക്കെ അല്ലേ. അപ്പം കുഴപ്പമില്ല, 200 ഞങ്ങൾ പേ ചെയ്തു. അപ്പം ഇത് രണ്ടും കൂടെ 400 തോന്നുന്നു. 400 or 380 400 ആണെന്ന് തോന്നുന്നു കിട്ടിയത്. സോ അപ്പം ഈ രണ്ടായിട്ടാണ് നമ്മുടെ ആദ്യത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. പിന്നെ സെയിം പുള്ളിക്കാരൻ്റെ തന്നെ ഞങ്ങൾ ഈ ഒരു ഐറ്റം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി 1100 എന്തോ ആണ്, ഞങ്ങൾക്ക് 900 എന്തോ ആണ് തന്നെന്ന് തോന്നുന്നു. ഇതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റൂളാട്ടോ. നമുക്കിങ്ങനെ വീടിൻ്റെ ഹോൾ നമുക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസൊക്കെ വെച്ചിട്ടൊന്ന് ഒന്ന് റെനോവേറ്റ് ചെയ്താൽ കൊള്ളുന്നുണ്ട്. വെച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഒന്ന് റീഡിസൈൻ ചെയ്യാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മേടിച്ചതാണ്. ഇത് ഒരു ചുമ്മാ അനാവശ്യ പർച്ചേസ് ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ. എനിവേസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മേടിച്ചു. നല്ല ബൈക്കായിട്ട് തോന്നി. നല്ല വർക്കല്ലേ, ഒച്ച ഉണ്ടാവും ബൈക്കൊക്കെ പോകുന്നത് തന്നെയാണ്. ഓക്കെ, അതായിരുന്നു നമ്മുടെ സെക്കൻഡ് പർച്ചേസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മേടിച്ചത് ഇങ്ങനത്തെ കുഷൻ കവേഴ്സ് ആട്ടോ. ഇങ്ങനത്തെ മൾട്ടി കളർ കുഷൻ കവേഴ്സ് ആണ് മേടിച്ചത്. ഒരു മജന്ത, ലൈക്ക് കൈൻഡ് ഓഫ് പിങ്ക്, പാരറ്റ് ഗ്രീൻ, യെല്ലോ, ബ്ലൂ ആൻഡ് റെഡ്, അങ്ങനെ 5 എണ്ണമാണ് ഞങ്ങൾ മേടിച്ചത്. ഇത് ആക്ച്വലി ഒരു പീസിന് അവർ 80 പറഞ്ഞത്. ഇത് നമുക്ക് 360 സംതിങ് ആ ഒരു റേഞ്ച്. ഇത് ഞങ്ങൾ വേറെ ഈ ഒരു സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേറെ ബയർട്ടേന് മേടിച്ചതാണ്. ഇതെൻ്റെ കുറച്ച് വലിയ പ്രിൻ്റുള്ള സാധനം. ഇത് ആക്ച്വലി പെർ പീസാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ അങ്ങനെ. ഇത് ആക്ച്വലി 5 എണ്ണം ഒരു സെറ്റായിട്ടാണ്. 5 എണ്ണത്തിന് 450 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം അങ്ങനെ ഇത് മേടിച്ചു. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വാങ്ങിയോണ്ട് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് റേറ്റ് അറിയില്ല. ഇത് പെർ പീസ് 80 rupees ആയിരുന്നു. എനിക്ക് തോന്നുന്നു 200, 300, 250 അത്രയും എന്തോ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത പർച്ചേസ്. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചത്, ഇവിടെ ഞങ്ങൾ ഉപ്പിട്ട് വെക്കും. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു, ഗ്ലാസ് ബോട്ടിൽ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിട്ട് മേടിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു കുട്ടി ഭരണി മേടിച്ചു. 100 rupees പറഞ്ഞത്. പിന്നെ ഈ ഒരു ഐറ്റം മാത്രമേ എനിക്ക് അവിടെ നിന്ന് മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം അതുകൊണ്ട് കൊടുത്തു. 100 മേടിച്ചത് ഈ ഒരു ഭരണി, ക്യൂട്ട് ഭരണി. ഇതിൽ ഉപ്പിട്ട് മേടിക്കാനാണ്. അങ്ങനെ അത് മേടിച്ചു. പിന്നെ അടുത്ത പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കട്ടെ, നമുക്കിങ്ങനെ നേരത്തെ കീ ഹോൾഡറില്ലേ, അതൊന്നും ഹോൾഡ് ചെയ്യാൻ അതെന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വോൾ സ്റ്റിക്കിങ് ഹുക്ക് ഇങ്ങനത്തെ സാധനം മേടിച്ചു. പിന്നെ എന്താ, ഇതും അതുപോലത്തെ ഒരു വോൾ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഹോസിൻ്റെ ഇങ്ങനത്തെ ഫ്രണ്ടിലത്തെ സാധനം, ഫോസറ്റ് പോലത്തെ ഐറ്റം. അതെത്രയുമാണ് മേടിച്ചത്. പിന്നെ എന്താ, പിന്നെ മേടിച്ചത് പിന്നും ഒരു സെറ്റ് കുഷൻ കവേഴ്സ് മേടിച്ചായിരുന്നേ. കുഷൻ കവേഴ്സ് അല്ല, ടേബിൾ മാറ്റാണ്. നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന മാറ്റാണ്. അത് ഞാൻ മൾട്ടി കളറാണ് മേടിച്ചത്. 2 green and 2 orange, അങ്ങനെ ഡിഫറെൻറ്റ് ഡിസൈനാണ്. 1 2 3 4 5 4 എണ്ണം മേടിച്ചു. അപ്പം അതും കാണിച്ചു. പിന്നെന്തായിരുന്നു, പിന്നെ വീട്ടിലിടാനായിട്ട് എന്തെങ്കിലും ഐറ്റംസ് നോക്കി. എനിക്ക് ഷോർട്ട് നൈറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ ഞാൻ പ്രൈസ് ചോദിച്ചപ്പോൾ 350 ഉള്ളൂ. എനിക്ക് 300 തന്നു. ഈ ഒരു ഐറ്റം നല്ല രസമില്ലേ, നല്ല പ്രിന്റ്. ഇത് കാണുമ്പോൾ എനിക്ക് പണ്ടൊരു പെൻസിൽ ഉണ്ടായിരുന്നേ, അതിൻ്റെ ഒരു വൈറ്റിൽ ഇങ്ങനെ പിങ്ക് ഫ്ലവേഴ്സ് ഉള്ള ഒരു പെൻസിൽ. അതിന് മുറിഞ്ഞു നല്ല 2 പ്രിൻ്റുള്ള ഷോർട്ട് നൈറ്റീസ്, മാക്സി ഡ്രസ്സ് നൽകണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു അടുത്ത പർച്ചേസ്. പിന്നെ ഞാൻ മേടിച്ചത്
ഇങ്ങനത്തെ 2 ജൂട്ടീസ് ആണ്. ഷൂ, ഫ്ലാറ്റ് ഷൂ. ഇത് ആക്ച്വലി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് വെൽവെറ്റ് മാതിരിയാണ് ഇവിടെയൊക്കെ കേട്ടോ. നമുക്ക് ഇടാൻ നല്ല സുഖമാണ് കാലിന്. ഇത് നമുക്ക് ഡെയിലി യൂസിലൊന്നും പറ്റത്തില്ലായിരിക്കും, പെട്ടെന്ന് ചീത്തയായി പോകും. വല്ലപ്പോഴൊക്കെ ഒക്കേഷണലി നമുക്ക് നല്ല ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയൊക്കെ ലൈക്ക് എത്നിക് വെയറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പെയർ ഓഫ് ജൂട്ടീസാണ്. അപ്പം ഇത് 650 ആയിരുന്നു, 750 ആയിരുന്നു. 650ക്ക് എന്തോ തന്നു. സോറി 600 തന്നു കേട്ടോ. 650 ആയിരുന്നു, 600 തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ്. അടുത്ത പർച്ചേസ് എന്ന് പറയുന്നത് ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. നേരത്തെ കഴിച്ച ജൂട്ടീസ് ഇല്ല, അതെൻ്റെ ഫേവറേറ്റ് സ്റ്റോളിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടെ കുറേ സെലക്ഷൻ ഉണ്ടായിരുന്നു. അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലത്ത് നിന്ന് മേടിച്ചതാണ്. ഇത് ആക്ച്വലി തിരിച്ചിട്ടേക്കുവാണ്. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ഇങ്ങനൊരു ചിക്കൻ കറി വർക്കുള്ള ഒരു ലോങ് കുർത്തിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ലെങ്ത് ഉണ്ട്, 50 ലെങ്ത് കാണും. വൈറ്റ് ആണ്, അതിൻ്റെ ഒരു പേടിയുള്ളൂ അഴുക്കാവുമെന്ന്. പക്ഷെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നല്ല ഈ ത്രെഡ് വർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചിക്കൻ കറി എൻ്റെ കയ്യിൽ ഇല്ല, എൻ്റെ ഫസ്റ്റ് ചിക്കൻ കറി ആട്ടോ ഇത്. സോറി, എൻ്റെ ഇതിന് മുമ്പ് ചിക്കൻ കറി ഉണ്ട്. അത് കുറച്ച് റേറ്റ് കൂടിയ ചിക്കൻ കറിയാണ്. അത് ഞാൻ അധികം ഇടാറില്ല, വല്ലപ്പോഴും ഇടാറുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ മോഡൽ ചിക്കൻ കറി എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെയുള്ളത് അതിൻ്റെ തന്നെ പാൻസ് ആണ് കേട്ടോ. ചിക്കൻ കറിയുടെ സെയിം പാൻസ് ആണ്. ഇതൊരു 850 പറഞ്ഞു, 750ക്ക് മേടിച്ചു. അങ്ങനെ ചുരിദാറും അതെ, കുർത്തിയും അതെ, 650 പറഞ്ഞു, 550ക്ക് മേടിച്ചു. അങ്ങനെ പിന്നെയുള്ളത് ഇത് നമ്മുടെ ഫൈനൽ ഐറ്റംസ്. ഇങ്ങനത്തെ 2 ടീ വെക്കുന്ന സംഭവം. ടീ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു ഡൈനിങ് ടേബിൾ വെക്കുന്ന സാധനമാണ്, അത് മേടിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു കുട്ടി ക്യൂട്ട് ക്രോഷേ ഫ്രോക്ക് മേടിച്ചു കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ട് കേട്ടോ. 2 വയസ്സുള്ള കുട്ടീൻ്റെ ഫ്രോക്കാണ് മേടിച്ചത്, ഈ ഒരു ഫ്രോക്ക്. അപ്പം ഇത്രയാണ് നമ്മൾ മേടിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നിങ്ങളെല്ലാവരും പോയി നോക്കൂ. ഇത് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ തോന്നുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് ഒരു പോകേണ്ടത് തോന്നുന്നു എനിക്ക്. ബെസ്റ്റ് ബൈ ആണ്, നിങ്ങളെല്ലാവരും വാങ്ങി നോക്കൂ. അഫോർഡബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കുറച്ച് പേ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ബട്ട് സ്റ്റിൽ നമ്മൾ നല്ല ഭാഗ്യം ചെയ്തൊക്കെ മേടിച്ചു. അപ്പം എല്ലാവരും പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരും. അതെ.